പറയാൻ മറന്ന ഒരു കഥയുണ്ട് നിങ്ങളോട്. അത് പറയണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു. പക്ഷേ എപ്പോഴും ഒരു വാക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും, ഇല്ലേ? എന്നാലും ആ ഒരു വാക്ക് പറയേണ്ട സ്ഥാനത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണെന്ന് മറ്റുള്ളവർക്കിട്ട് മനസ്സിലാവുകയും ചെയ്യൂല. എന്താ വെച്ചാൽ തിരക്ക് മൂലമാണ് പറയാതെ പോയത്. എന്ത് തന്നെ ആയാലും, എന്ത് വലിയ തിരക്കായാലും വീട്ടിലെത്തിയാൽ ഉടനെ എനിക്ക് ആ ഒരു കാര്യം പറഞ്ഞ് വീഡിയോ ചെയ്യണമെന്ന് ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് വിചാരിച്ചൊരു കാര്യമാട്ടോ ഞാനത്. പക്ഷേ ആകെ അസ്വസ്ഥതയോടുകൂടിയാണ് വീട്ടിലെത്തിയത്. അത് കഴിഞ്ഞ് ശാരീരിക കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പോഴൊക്കെ ഈ വീഡിയോൻ്റെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അത് പറയാനും നിങ്ങൾക്ക് കേൾക്കാനുള്ളൊരു സാഹചര്യം ഒത്തു വന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പം പറയാമെന്ന് കരുതി. ഇപ്പം ഞാനൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് വന്നതാട്ടോ. എൻ്റെ ഫേസിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? പുതിയൊരു കാര്യം പരീക്ഷിക്കുന്നുണ്ടേ, അതുകൊണ്ടാണ് ഫേസിന് മാറ്റം ഉണ്ടെന്ന് ചോദിച്ചത്. ഫിൽറ്ററും കാര്യങ്ങളൊന്നുമില്ല, നോർമലായിട്ട് തന്നെയാണ് ഇങ്ങനെ. അപ്പോൾ ആ പുതിയ കാര്യം എന്താണെന്നുള്ളത് നമുക്ക് രണ്ടാമതായിട്ട് പിന്നീട് ഞാനത് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം എനിക്ക് പറയാനുള്ളത് ഇതിൽ നിന്നും വഴിതെറ്റിപ്പോവണ്ട എന്ന് കരുതിയിട്ടാണ് പറയാനുള്ള കാര്യം പറയട്ടെ എന്ന് കരുതിയത്. അതായത് 2-3 ദിവസങ്ങൾക്ക് മുമ്പേ എനിക്ക് മൈഗ്രെയിൻ അറ്റാക്ക് വന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, മൈഗ്രെയിൻ അറ്റാക്കോ? പെട്ടെന്നുള്ള മൈഗ്രെയിൻ ടെൻഡൻസിയെ അവർ മൈഗ്രെയിൻ അറ്റാക്ക് എന്നുള്ള രൂപത്തിലാട്ടോ പറയപ്പെടുന്നത്. ഞാൻ പറയുന്നതല്ല, ഡോക്ടേഴ്സ് പറയുന്നതാണ്. അപ്പം അത് വന്നു, ഇവിടെ കാണിക്കേണ്ടി വന്നു. ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ പോയിട്ട് കാണിച്ചു. അവിടെ നടന്നൊരു സംഭവമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആദ്യമേ ഞാനൊരു കാര്യം പറയട്ടെ. ഒരാഴ്ചകൾക്ക് മുമ്പാന്ന് തോന്നുന്നു ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എടി നീ ഉമ്മ എന്നല്ല അമ്മ എന്നാ വിളിക്കേണ്ടത്. ഉമ്മ എന്നുള്ളത് മുസ്ലിം മതസ്ഥർ വിളിക്കുന്ന വിളിയാണ് എന്നൊരു മൻസൂർ എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മൻസൂറിനും അതേപോലുള്ള മനസ്സുള്ള ആൾക്കാർക്കും കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പലരും പറയും ഞാൻ വർഗീയത പറയുന്നതെന്ന്. പക്ഷേ എനിക്കിതുവരെ തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ വർഗീയത പറയുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ പലരുടെയും കമൻറ്റുകൾ വർഗീയത കൊണ്ട് മൂടിക്കെട്ടുന്ന കമൻറ്റുകൾക്ക് ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. അവിടെ അവർ എന്നെ വർഗീയത പറയുന്ന ഒരാളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഞാൻ പോയത് കാഷ്വാലിറ്റിയിലേക്കാണ്. കാഷ്വാലിറ്റിയിൽ അറിയാമല്ലോ, 3-4 ഡോക്ടർമാരുണ്ട്, സ്ട്രെച്ചറുണ്ട്, എന്താ പറയുക, ഇരിക്കാനും നടക്കാനും കിടക്കാനും പറ്റാത്ത പേഷ്യൻസുകളുണ്ട്. ഒരുപാട് വല്ലാത്തൊരു ലോകം തന്നെയാണ് മക്കളെ അത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ നോക്കി കാണുക. എന്താ വെച്ചാൽ എൻ്റെ ഷീട്ടെല്ലാം കൊടുത്ത സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ സൂപ്രണ്ടിന് തന്നെ കാണണം എൻ്റെ ഷീട്ടെല്ലാം എന്ന് പറഞ്ഞു. അത് പറയാനൊരു കാരണവും ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങളോടത് പറയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പം ഞാൻ ചോദിച്ചു മെഡിക്കൽ സൂപ്രണ്ട് എപ്പോൾ വരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യൂ, ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം മെഡിക്കൽ സൂപ്രണ്ടിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യത്തെ സ്ട്രെച്ചറിലുള്ള ഒരു പ്രായമായ സ്ത്രീയെ ഒരു ഡോക്ടർ വന്നിട്ട്, അമ്മ, ഞാൻ വിളിക്കുന്നത് കേൾക്കുന്നുണ്ടോ അമ്മ, അമ്മ, അമ്മ എന്ന് വിളിക്കുന്നത്. ആ കിടക്കുന്ന സ്ത്രീ ഏത് മതസ്ഥനാണോ, ആ വിളിക്കുന്ന ഡോക്ടർ ഏത് മതസ്ഥനാണോ ഒന്നും അറിയില്ല. അമ്മ അമ്മ എന്ന് വിളിക്കുന്നത്. അവൻ്റെ സ്വന്തം അമ്മേനെ വിളിക്കും പോലെ വിളിക്കുന്നുണ്ട്. ഈ വർഗീയത പറയുന്നവരുണ്ടല്ലോ, ഇതേപോലെ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോയി നോക്കണം. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ആളാണ് അച്ഛാ അച്ഛാന്ന് വിളിക്കുന്നത്.
അത് അച്ഛനാണോ വാപ്പയാണോ അച്ചായനാണോ ഒന്നും അറിയില്ല. ആ ഡോക്ടറുടെ അച്ഛനും അമ്മയും എങ്ങനെയാണോ അതേപോലത്തെ വിളിയാണ്. എന്നാൽ ഇവരുടെ പേരെന്താണ്, ഇവർ ഹിന്ദു ആണോ ഇവർ മുസ്ലിമാണോ എന്നൊന്നും നോക്കിയിട്ടല്ല ആ ഡോക്ടർ വിളിക്കുന്നത്. അമ്മേന്ന് വിളിക്കുമ്പോൾ, അച്ഛാന്ന് വിളിക്കുമ്പോൾ അതെൻ്റെ മക്കൾ തന്നെ വിളിക്കുന്നത് പോലായിരിക്കും ഒരുപക്ഷെ അബോധാവസ്ഥയിൽ ആ ഒരു പേഷ്യൻ്റ് കേൾക്കുന്നത്. നിങ്ങൾ ജാതിയും മതമൊക്കെ പറഞ്ഞ് കളിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ ഈ മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ? അവിടെ പോയാൽ നമ്മുടെ സകല അഹങ്കാരവും അവിടെ തീരും. ഒന്നും അല്ലടേ. നമ്മളവിടെ ഞാൻ ചെന്നത് വെറും ഒരു തലവേദനക്കാ. പക്ഷേ എന്നെ സങ്കടപ്പെടുത്തിയത് പല പല അസുഖങ്ങളുമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഒരു കുഞ്ഞു കുട്ടീനെ സ്ട്രെച്ചറിൽ കൊണ്ടുവന്നു. സമനില എന്തോ തെറ്റിയതാന്ന് തോന്നുന്നു, അറിയില്ല. അങ്ങനത്തെ ഒരാളെ ദൈവം ഭൂമിയിൽ ആരും ഉണ്ടാവാതിരിക്കട്ടെ മക്കളെ. അപ്പം ഈ കുട്ടിയുടെ അരളർച്ച, ആ കുട്ടീനെ സ്ട്രെച്ചറിൻ്റെ മുകളിൽ കൈയും കാലുമൊക്കെ വെച്ച് കെട്ടിയപ്പോൾ ഒരു നിമിഷം ഞാൻ എൻ്റെ മക്കളെ ഓർത്തുപോയി, ആ ഒരു ഉമ്മാനെ ഓർത്തുപോയി. എന്തല്ലേ. അപ്പം എനിക്ക് തലവേദനയേ ഇല്ല. ഞാനൊരു തലവേദനയായിട്ട് പോയത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അതിനേക്കാട്ടിലും വലിയൊരു അസുഖം വേറെ ഉണ്ടോ? അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾക്ക് മാത്രമാണ് അസുഖം, നമ്മൾ മാത്രമാണ് ഇങ്ങനെ. അല്ല കേട്ടോ. മറ്റൊരാളുടെ മുമ്പിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം ഒന്നും അല്ലടേ. അഹങ്കാരം കൊണ്ടിട്ടൊന്നും ആരും നടന്നിട്ടൊരു കാര്യവും ഇല്ല. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പലരും പറയും ഞാൻ ജാതി പറയും, മതം പറയും, വർഗീയത ഉണ്ടാക്കും. അല്ലാതെ ഞാനിതുവരെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് ഉറപ്പുള്ളതാണ്. എന്നിട്ട് എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. ആ പറയുന്നവരൊന്ന് അല്ലേ ഈ ഇങ്ങനെ പറയാൻ ചിന്തിച്ചവരൊന്ന് മെഡിക്കൽ കോളേജിലൊന്ന് പോയി നോക്കൂ. എന്താ അവിടുത്തെ അവസ്ഥ? നമ്മളൊക്കെ ഇത്ര ഭാഗ്യം ചെയ്തവരാടോ. നമ്മളൊക്കെ പറയും പണമില്ല, നല്ല സാഹചര്യങ്ങളല്ല, നല്ല വീടില്ല, 2 നില വീടില്ല, കാറില്ല, 2 വീലറില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാല് മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും, കൈ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും, ഒന്നും വേണ്ട ദൈവമേ എനിക്ക് വിരലുകൾ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ അങ്ങനെ നല്ല ചിന്തിക്കുക. അതുകൊണ്ട് നമ്മുടെയൊക്കെ അഹങ്കാരം കുറയണമെന്നുണ്ട്. വല്ലപ്പോഴും ഈ മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ വരാന്തയിൽ കൂടിയൊക്കെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ തനിയെ മനുഷ്യനായി മാറുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വർഗീയത തോന്നൂല മക്കളെ. എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പലരും എന്നോട് ചോദിക്കലുണ്ട് ഞാൻ മതം മാത്രം ഛർദ്ദിക്കുന്നു, മതത്തെ പറയുന്നു. ഇല്ലല്ലോ. എനിക്ക് നേരെ വരുന്ന ബുദ്ധിമുട്ടുകളെ ഞാൻ ചൂണ്ടിക്കാണിക്കാറുണ്ട്. എനിക്ക് വരുന്ന കമൻറ്റുകളിൽ ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. ജീവിക്കാനുള്ള അതിയായ ആഗ്രഹം ജീവനോടെ നിർത്തൂല എന്ന് അത്രയും 101% ഉറപ്പുള്ള സമയത്താണ് ഞാൻ എൻ്റെ തട്ടം പോലും ഒഴിവാക്കിയത്. അതാർക്കും അറിയില്ല. ജസ്റ്റിന് തട്ടം ഉപേക്ഷിച്ചത് മാത്രമേ അറിയുള്ളൂ. എന്തിനുപേക്ഷിച്ചു എന്നുള്ളത് ആർക്കും അറിയില്ല. എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ജീവൻ നിലനിർത്തണമെങ്കിൽ എൻ്റെ തലയുള്ള തുണി മാറിയേ പറ്റുള്ളൂ എന്ന് വന്നൊരു സാഹചര്യത്തിലാണ് ഞാൻ എൻ്റെ തല മറയ്ക്കുന്ന ആ തുണി വരെ എടുത്ത് കളഞ്ഞത്. എന്നിട്ട് എനിക്ക് നിങ്ങളുടെ പേര് വർഗീയവാദി, നിങ്ങൾ എന്തോ വിളിച്ചോ, ഞാനതല്ലാന്ന് എനിക്കറിയാം. പക്ഷേ മൻസൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരുത്തൻ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിനക്ക് ഉമ്മയല്ല അമ്മയാണ്. ഉമ്മയാണെങ്കിലോ അമ്മയാണെങ്കിലോ ഒരു ജീവനാടോ കിടക്കുന്നത്, ആ ജീവൻ എന്തും പറ്റാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ നോക്കുമ്പോണ്ടല്ലോ നമ്മളും അറിയാതെ പ്രാർത്ഥിച്ചു പോവും. അവർ ഹിന്ദു അല്ലേ പ്രാർത്ഥിക്കണ്ട എന്നൊന്നും അല്ല നമ്മൾ ചിന്തിക്കുക. പഠിച്ചോനെ എങ്ങനെയെങ്കിലും അവരുടെ അസുഖം ഒന്ന് മാറ്റി കൊടുക്കണം. എനിക്ക് ഏറ്റവും ഫീലായിപ്പോയത് ആ കുട്ടിയുടെ കാര്യത്തിലാണ്. പാവ കുട്ടി, 10-12 വയസ്സായിട്ടുള്ളൂ, സമനില തെറ്റിയ കുട്ടിയാണ്. എന്നെ പലരും കളിയാക്കാറുണ്ട് മാനസിക രോഗി എന്ന് പറഞ്ഞിട്ട്. എൻ്റെ കുറച്ച് എനിമികൾ കേട്ടോ, അവരും അത് കാണണം.
സമനില തെറ്റിയാലുള്ള അവസ്ഥ. അവർക്കുണ്ടല്ലോ മക്കൾ ഇല്ലേ. നമ്മൾ പണ്ടൊക്കെയാണ് എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും പിന്നാന്ന്. ഇപ്പോൾ ഈശ്വരൻ അങ്ങനെ അല്ല, അപ്പോൾ സ്പോട്ടിന് കൊടുക്കും. ആരെയും കളിയാക്കരുത്. മാനസിക രോഗം എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, ഒരു അവസ്ഥയാണ്. അത് ആർക്കും വന്നു പോകാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് നാട്ടിൽ പേര് കേട്ട വട്ടിപ്പലിശക്കാരൻ, അല്ലേ വട്ടിപ്പലിശക്കാരനെന്ന് പറയാൻ പറ്റില്ല, വണ്ടിയുടെ RC ഒക്കെ പണയം വെച്ചിട്ട് പൈസ കൊടുക്കുന്ന ആൾ. ഒരേ ഒരു മകന് പഠിപ്പിച്ച് വലിയ നിലയിലെത്തിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സമ്പാദ്യങ്ങൾ മുഴുവനും ആ മകന് വേണ്ടി ചിലവാക്കി. മകന് എൻ്റെ അറിവ് വെച്ചിട്ട് ഡിഗ്രി 3rd ഇയറിനങ്ങാൻ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരനും ഒത്ത് ടെറസിൻ്റെ മുകളിൽ നിന്ന കൂട്ടുകാരനാണെന്ന് സ്ലിപ്പായി താഴെ വീണ് അതിവൻ കണ്ട് ഇവന് മാനസിക നില തെറ്റി. പിന്നെ കുടുംബം ആകെ താറുമാറായി. അവൻ്റെ അച്ഛൻ മരിച്ചു കേട്ടോ. എൻ്റെ സുഹൃത്തായിരുന്നു അവൻ്റെ അച്ഛൻ. അവർ മരിച്ചു കേട്ടോ. മകനിപ്പോഴും ഒന്നും ഓർമ്മയില്ല, ഒരുമാതിരി. അവൻ്റെ അസുഖവും ഭേദമായില്ല, അച്ഛൻ പോവുകയും ചെയ്ത്. ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അത്ര നിമിഷം മതി ഒരാളുടെ സമനില തെറ്റാൻ. കണ്ണിൻ്റെ മുമ്പിൽ കൂട്ടുകാരൻ മരണപ്പെടുന്നത് കണ്ട് ഞാൻ സമനില തെറ്റിപ്പോയതാണ്. അത്രയേ ഉള്ളൂ മക്കളെ. ആരും അഹങ്കരിക്കരുത്. എനിക്ക് ഈ ഒരു വീഡിയോ നിങ്ങളോട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി, പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് പറ്റാതെ പോയതാണ്. അതുകൊണ്ട് പലതിനെയും നിസ്സാരാക്കി കളിയാക്കി പുച്ഛിച്ച് വിടുന്ന എല്ലാവരോടും ഒരു നാൾ തൻ്റെ തലക്ക് മീതെ വരുമ്പോൾ താൻ തന്നെ കരഞ്ഞു പോവുകടോ. അതുകൊണ്ട് നല്ല രീതിയിൽ ജീവിച്ചാൽ നമുക്ക് കൊള്ളാം. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.